ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി, രാമായണ മാസാരംഭം. നമുക്കെല്ലാവർക്കും രാമായണം വായിക്കാം, കഥ പറയാം, കേൾക്കാം. പണ്ട് രാമനാമ ജപത്താൽ മുനിശ്രേഷ്ഠനായി മാറിയ കാട്ടാളൻ വാൽമീകി മഹർഷി, അദ്ദേഹത്തോട് ബ്രഹ്മാവ് രാമായണ കഥ എഴുതാൻ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് രാമായണ കഥ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാവിലാവട്ടെ വാഗ്ദേവത വാണരുളുകയും ചെയ്തു. അങ്ങനെ വാൽമീകി രാമായണം ഉണ്ടായി. നമുക്ക് മലയാളത്തിൽ തുഞ്ചത്തെഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നത്. കിളിപ്പാട്ട് രൂപത്തിലാണ് അധ്യാത്മരാമായണം. അപ്പം അതിൽ പരമശിവൻ പാർവതീദേവിയുടെ ആവശ്യപ്രകാരം ദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കണ പോലെയാണ് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം അല്ലേ. പണ്ട് അയോധ്യ ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിന് പുത്രന്മാരില്ലാതെ ഒരു വലിയ ദുഃഖമായിരുന്നു അദ്ദേഹത്തിന്, പുത്രദുഃഖം. അപ്പോൾ അദ്ദേഹം തൻ്റെ സങ്കടം ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. വസിഷ്ഠ മഹർഷി ഉടനെ അദ്ദേഹത്തോട് അതിന് ഉപായമുണ്ട്, ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഋഷ്യശൃംഗ മഹർഷിയെ വരുത്താനും പുത്രകാമേഷ്ടി യാഗം നടത്താനും ആവശ്യപ്പെട്ടു. അങ്ങനെ ദശരഥ മഹാരാജാവ് അയോധ്യയിലേക്ക് ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ടുവരികയും അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തുകയും ചെയ്തു. അങ്ങനെ ആ യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അഗ്നിയിൽ നിന്ന് അഗ്നിദേവൻ ഒരു കയ്യിൽ ഒരു സ്വർണ്ണപാത്രത്തിൽ പായസവുമായി പൊന്തി വന്നു. ആ പായസം ദശരഥ മഹാരാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഭാര്യമാർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു. ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യമാരായിരുന്നു കൗസല്യ, കൈകേയി, സുമിത്ര. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, രാജാവ് ഒരു പകുതി കൗസല്യയ്ക്കും ഒരു പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും അതിൽ നിന്നും ഓരോ ഭാഗം സുമിത്രയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 3 പേരും ഗർഭിണികളായി. രാജാവാണെങ്കിൽ അതീവ സന്തുഷ്ടനായി. കാരണം തനിക്ക് പുത്രന്മാരില്ലാത്ത ദുഃഖത്തിൽ നിന്നൊരു മോചനം കിട്ടുകയാണല്ലേ രാജാവിന്.